നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മാണിക്യമംഗലത്തെ വീണ്ടും നമുക്ക് പഴയ മാണിക്യമംഗലാക്കി മാറ്റണടാ മോനെ. മാണിക്യമംഗലത്ത് വിശ്വനാഥനെ വിശ്വനാഥനും, കൊല്ലാനായാലും ചാവാനായാലും ഈ അജയനുണ്ടാ കൂടെ. ആഹാ, വക്കീലെത്തിയല്ലോ. കൃത്യസമയമാണല്ലോ. ഇരുന്നാട്ടെ. പിന്നെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് സമയനിഷ്ഠ പാലിക്കണ്ടേ സർ? അല്ല, അജയ് ഘോഷ് എവിടെ? എത്തിയല്ലോ. ചന്ദ്രൻ എന്തിയടാ? ഏട്ടൻ പുറത്തെവിടെയാ പോയതാ? അവനില്ലാതെ എങ്ങനെയാ? അതോർത്ത സാറ് വിഷമിക്കണ്ട. ചന്ദ്രദാസ് കാലത്ത് തന്നെ വന്ന് ഒപ്പിട്ട് തന്നിട്ടുണ്ട്. അല്ല, നിങ്ങൾ തമ്മിലൂടെ വെച്ചുണ്ട്? ഞാൻ വരുന്ന വഴി ടൗണിൽ വെച്ച് ചന്ദ്രദാസ് വരാൻ വൈകുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനിതിങ്ങ് സൈൻ ചെയ്ത് വാങ്ങിയതാ. അതെ, അവള് വന്നിട്ടുണ്ട്. ആ വക്കീല്. അതിന് നിനക്കെന്ത് വേണം? അവള് വരികയെ പോവുക എന്താന്ന് വെച്ചാ ചെയ്യട്ടെ. ദേ, ഇനി അവള് നാളെ അജയനെ അടിച്ചോണ്ട് പോയാലും നിനക്കെന്താ നഷ്ടം? നഷ്ടം അവൾക്കല്ലേ. ഈ ജഗ ഫ്രോഡിനെ കൊണ്ടുപോയ അവളുടെ ജീവിതം തന്നെയാ വഴിയാതവരാവാൻ പോകുന്നത്. അതല്ല ചേച്ചി, അവള് വന്നിരിക്കുന്നത് പുതിയ ഏടാകൂടം കൊണ്ടാ. ഒപ്പിടുന്ന കാര്യമൊക്കെ പറയുന്നത് കേട്ടു. ചന്ദ്രേട്ടൻ കാലത്ത് തന്നെ അവളുടെ അടുത്ത് നിന്ന് ഒപ്പിട്ടിട്ട് പോയിന്ന്. ഒപ്പോ? എന്തൊപ്പ്? കാവേരി, ഓ കാവേരി, ഞാനിപ്പോ വരാവേ. എന്തിനാ വിളിച്ചേ? മറ്റുള്ളവരെ കൂടെ വിളിക്ക്. ഒരു കാര്യമുണ്ട്. ആ, പതിവ് തെറ്റിച്ചില്ലല്ലോ. കട്ടന്റെ പുറകെ മറിഞ്ഞെന്നെല്ലാം കേൾക്കായിരുന്നല്ലേ? ഒളിഞ്ഞു നിന്ന് കേൾക്കേണ്ട ഗതികേടൊന്നും ഞങ്ങൾക്കില്ല. എന്തോ? എന്താടാ ഇത്? ഒരു നല്ല കാര്യം നടക്കാൻ പോകുമ്പോ ഇങ്ങനെ നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് കലഹമുണ്ടാക്കണോ? എന്തിനാ ഞങ്ങളെ വിളിപ്പിച്ചത്? എന്താ, പോയിട്ട് തിരക്കുണ്ടോ? ഉച്ചയ്ക്ക് കൈ കഴുകി വന്നിരിക്കുമ്പോ പാത്രത്തിൽ വിളമ്പാൻ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ? ആഹാ, രണ്ടും കൽപ്പിച്ചാണല്ലോ. മാണിക്യമംഗലത്തെ മരുമക്കൾക്ക് നാക്ക് മുളച്ചതിൽ സന്തോഷം. എല്ലാം കാശി വിശ്വനാഥന്റെ അനുഗ്രഹം. ഹരഹര മഹാദേവ. ഓരോരുത്തരായിട്ട് വന്ന് ഈ കടലാസിലൊന്ന് ഒപ്പുവയ്ക്കണം. എന്താ ഇത്? എന്തെന്നറിഞ്ഞാലേ ഒപ്പുവയ്ക്കൂ. അതാണല്ലോ അതിന്റെ ഒരു മര്യാദ. ശരി, അതാണ് അതിന്റെ മര്യാദയെങ്കിൽ ഒരു കാര്യം ചെയ്. ഇതിൽ ഒപ്പുവയ്ക്കാൻ വയ്യാത്തവർക്ക് ഇതാ ഈ കടലാസിൽ ഒപ്പുവയ്ക്കാം. ഇതെന്താ? അതൊരു നിസ്സാര കാര്യം. വിവാഹമോചന ഹർജി. പേടിക്കണ്ട, നിന്റെ മാത്രമല്ല 3 പേരുടെ ഉണ്ട്. ഇതിലേതാ ഇഷ്ടമുള്ള കടലാസെന്ന് വെച്ചാ അതിൽ ഒപ്പുവെച്ചിട്ട് പോകും.
ഒന്നുകിൽ ഈ വെള്ളക്കടലാസ്, അതല്ലെങ്കിൽ ഈ ഡിവോഴ്സ് നോട്ടീസ്. ഏത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. വക്കീലേ, ആ നിയമവും വകുപ്പും ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്ക്. പഠിപ്പുള്ള പെണ്ണുങ്ങളല്ലേ, കാര്യങ്ങള് എവര് കൂടെ ഒന്ന് അറിഞ്ഞിരിക്കട്ടെ. ഹിന്ദു മാരേജ് ആക്ട് 1954 സെക്ഷൻ 13B പ്രകാരം വകുപ്പും ചട്ടങ്ങളും ഒക്കെ അവിടെ നിക്കട്ടെ വക്കീലെ. അത് ഞങ്ങൾക്കും അറിയാം. പക്ഷേ ഞങ്ങൾക്കറിയേണ്ടത് ഇപ്പൊ ഇവിടെ നടക്കുന്ന നാടകം എന്തിനാന്ന്. ഇത് നാടകമാണെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? ഇത് ജീവിതമാണ്. മാണിക്യമംഗലത്തെ ആണുങ്ങളുടെ ജീവിതം. ആ ജീവിതത്തിൽ നിന്നും ഇപ്പൊ ഞങ്ങളെ ഇറക്കി വിടണമെന്ന് തോന്നാനുള്ള കാരണം എന്താ? ഈ ചോദ്യം എന്നോടല്ല ചോദിക്കേണ്ടത്. പോയിച്ചത് നിന്റെ ഭർത്താവിനോട് ചോദിക്ക്. കാലത്ത് തന്നെ വക്കീലിനെ പോയി നേരിട്ട് കണ്ട് നിന്നെ ഒഴിവാക്കാൻ ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിട്ട് കൊടുത്ത നിന്റെ ഭർത്താവ് മാണിക്യമംഗലത്ത് ചന്ദ്രദാസനോട്. എന്താ സംശയമുണ്ടോ? ഈ കടലാസ് എടുത്ത് വായിച്ചു നോക്ക്. എന്താ അത് ചന്ദ്രേട്ടന്റെ ഒപ്പ് തന്നെ അല്ലേ? ഞങ്ങള് വ്യാജാരം ഉണ്ടാക്കിയൊന്നുമല്ലല്ലോ. അപ്പൊ പിന്നെ നീ തന്നെ അങ്ങ് ഉദ്ഘാടനം ചെയ്തോ? ചന്ദ്രൻ ഒപ്പിട്ട സ്ഥിതിക്ക് ഇനി നിന്റെ കൂടെ ഒപ്പ് കിട്ടിയാൽ വക്കീലിന് കടലാസംഗം അടക്കാമല്ലോ. സെക്ഷനും വകുപ്പും ഒന്നും പറയുന്നില്ലെങ്കിലും മ്യൂച്വൽ എഗ്രിമെന്റ് പ്രകാരമുള്ള ഡിവോഴ്സാണ് മാണിക്യമംഗലത്തെ ആണുങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതാവുമ്പോ ഒരുപാട് കേസും നൂലാമാലയൊന്നും ഇല്ലാതെ രണ്ടു കൂട്ടർക്കും പെട്ടെന്ന് പിരിയാലോ. അല്ല, നിങ്ങളെയൊക്കെ ഇവിടെ നിന്ന് പിരിച്ചുവിടണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധമില്ല കേട്ടോ. അതൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെള്ളക്കടലാസ് കൂടി ഇവിടെ വച്ചിരിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് ഇതിലൊപ്പിട്ടിട്ട് ഈ വിവാഹമോചന ഹർജിയിൽ നിന്ന് അങ്ങ് രക്ഷപ്പെടാം. ഞാൻ ആരെയും ഒന്നിനും നിർബന്ധിക്കുന്നില്ല. എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടിരിക്കുക. രണ്ട് കടലാസും ഇവിടെയുണ്ട്. രണ്ട് കക്ഷികളും വക്കീലും ഇവിടെ ഹാജരുണ്ട്. തീരുമാനം വേഗമെടുത്താൽ എത്രയും പെട്ടെന്ന് പിരിയാം. നീ ഏത് കടലാസിലാ ഒപ്പിടാൻ പോകുന്നത്? എന്താ ഒന്നും പറയാത്തത്? വേഗം ഒപ്പിട്. പോയിട്ട് വക്കീലിന് വേറെ 100,000 പണിയുണ്ട്. വക്കീലിന്റെ പണിയൊക്കെ ഞങ്ങൾക്കറിയാം. അതവിടെ നിൽക്കട്ടെ. ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം ഒപ്പിടുന്നതല്ലേ?